ചെറുത് വേണ്ട, വലുതിട്ട് നടന്നാൽ മതി എനിക്ക്. ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെല്ലാവർക്കും? സുഖം തന്നെയല്ലേ? കുട്ടികൾക്കും മക്കൾക്കും ഉമ്മാർക്കും ഉപ്പാർക്കും എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നോമ്പൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? എല്ലാവർക്കും റാഹത്തായി പോകുന്നില്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? വല്ലാതെ ക്ഷീണവും കാര്യങ്ങളും കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ പോകുന്നുണ്ടല്ലോ ഇന്ന് കരുതുന്നു. ഞങ്ങൾക്കും അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഇത് ഫുള്ള് നോമ്പ് നോക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പിന്നെ പെരുന്നാളൊക്കെ വരുന്നത്, എല്ലാവരും പെരുന്നാളിൻ്റെ പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞു. അപ്പോൾ എനിക്കിന്ന് അവധിയാണ്, ശനിയാഴ്ചയാണല്ലോ. അപ്പോൾ ഞാൻ കരുതി ഇന്ന് പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോവാന്നൊക്കെ കരുതിയിട്ടില്ല. അതിൻ്റെ മുന്നേ നമ്മളെ ഇതെല്ലാം എടുത്തിട്ട് വേണം കേട്ടോ, സാലറി എത്തിക്കോ ഇല്ലേന്നൊക്കെ നോക്കിയിട്ട് എടുത്തിട്ട് വേണം നമുക്ക് പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോവാൻ. അപ്പോൾ ആദ്യം നമുക്ക് അവിടെ പോകണം, അതിന് ശേഷമാണ് നമുക്ക് ഡ്രസ്സ് എടുക്കണോ വേണ്ടതെന്ന് തീരുമാനിച്ചാൽ. നാളെ ഞാൻ ഒരു വട്ടം പോയപ്പോൾ എത്തിയിട്ടുണ്ടായില്ല. അപ്പോൾ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോകണമെന്ന് കരുതിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് അവിടെ സെലക്ഷൻ എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വഴിയെ പറഞ്ഞു തരാം. ഏത് കടയിലേക്കാണ് പോയതെന്ന്, ഏത് കടയിലാണ് പെരിന്തൽമണ്ണ നല്ല ഡ്രസ്സ് ഞങ്ങൾ കണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ അതിന് മുന്നായിട്ട് നിങ്ങളോട് പറയാനുള്ളത് എന്താ അറിയുമോ കൂട്ടുകാർ, നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ നമ്മളെ വീഡിയോക്ക് ഒരു ലൈക്ക് അങ്ങ് അടിച്ചോളൂ കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ഏത് കടയാണ് നല്ല സാധനങ്ങൾ കിട്ടുന്ന കുറഞ്ഞ വിലയിൽ നിന്നൊക്കെ നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടാവുമല്ലോ. പൈസക്കാർക്ക് പിന്നെ ഏത് കടയിൽ കയറിയാലും കിട്ടും. അപ്പോൾ നമ്മളെപ്പോലത്തെ കുറേ ആൾക്കാരുണ്ടാവും, അവർക്കും കൂടി ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ അങ്ങ് ചെയ്തോളൂ കേട്ടോ. ഒരു മടിയും കുറവും വരുത്തണ്ട കേട്ടോ. എന്തായാലും വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ബട്ടൺ നെക്കിക്കോളും പൊന്നാറ് മക്കളെ. വേറെ ഒന്നും ഇപ്പോൾ കൂടുതലായിട്ട് പറയാനില്ല. അപ്പോൾ നിങ്ങളൊക്കെ വയ്യേ നമ്മളെ വീഡിയോസൊക്കെ വയ്യേ എല്ലാതുമായിട്ട് കാണണം കേട്ടോ, ഒഴിവ് കിട്ടുന്ന. അപ്പോൾ കൂട്ടുകാർ നിങ്ങളെല്ലാവരും ഇനി നമ്മൾ ഇന്നത്തെ പർച്ചേസും കാര്യങ്ങളും പോകുന്നതൊക്കെ എല്ലാം ഉൾപ്പെടുത്തിയ വീഡിയോസൊക്കെ ഞാനിതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അതെല്ലാം പോയി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചാൽ. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്നോട് എന്തെങ്കിലും പറയാനുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ഒരു മടിയും വരുത്തണ്ട. നിങ്ങൾക്ക് എന്നോട് പറയാൻ ഇനി അവളെന്താ കരുതുക അങ്ങനെയൊന്നും കരുതണ്ട. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്താണോ നിങ്ങൾ എഴുതാൻ കരുതിയാൽ എന്താണെന്നില്ലെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഇനി നമുക്ക് വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, വരി. അങ്ങനെ കൂട്ടുകാരെ നമ്മൾ പെരിന്തൽമണ്ണ ബസ് ഇറങ്ങിട്ടോ സ്റ്റാൻഡിൽ. അതിന് ശേഷം ഇക്ക വന്നിട്ടുണ്ടായി. ഞങ്ങൾ ഇക്കാൻ്റെ കൂടെ പോകുന്ന കേട്ടോ. ആദ്യം ഞാൻ പറഞ്ഞ സ്ഥലത്ത് പോകണം. അവിടെ നിന്ന് പൈസ കിട്ടിയെങ്കിലുള്ളൂ നമുക്കത് എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ചാൻ പറ്റുക, എടുക്കണോ എടുക്കണ്ടേ. അപ്പോൾ ഞാൻ നിച്ചിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചോട്ടെ. ഓർക്ക് ഷൂസും വേണം, എല്ലാം വേണം. ഇത്രയും ഓൻ കുറേ കാലമായിരിക്കും ഷൂസ് വേണം കേട്ടോ. ഷൂ വാങ്ങിക്കൊടുക്കണം, നോക്കട്ടെ. നമ്മളിതാ പെരിന്തൽമണ്ണയാണ്, നല്ല വെയിലാണല്ലേ. സ്ഥലം പിന്നെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കണ്ട് പരിചയമുണ്ടാവും ഗൈസ് എന്ന് കരുതുന്നു. പരിചയമല്ല, ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് കണ്ടോട്ടെ എന്ന് കരുതി എടുത്തതാണ് കേട്ടോ. ഇവിടെ ഈ സ്ഥലത്തേക്ക് ഞങ്ങൾ ഇടയ്ക്കൊക്കെ വരാറുണ്ട് കേട്ടോ. അങ്ങനെ കൂട്ടുകാർ, നമ്മളിപ്പോൾ ഇവിടെ വന്നാലല്ലേ നമ്മളെ പർച്ചേസിങ് എല്ലാം നടക്കുകയുള്ളൂ. ഇതിൽ നിന്ന് വല്ലതും കിട്ടണമല്ലോ, എന്നാലേ ഇപ്പോൾ അത് കാര്യങ്ങൾ നടക്കുകയുള്ളൂ എഴുതിയിട്ടാണ് തന്നെ പോകുന്നത് കേട്ടോ. എന്നോട് എഴുതി വെച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് തിന്നിട്ടുണ്ടാവും, ഇതാണ് നമ്മളെ ട്രഷറി ഓഫീസിലേക്കുള്ള വഴി എന്നില്ലേ. അവിടെ ബോർഡെല്ലാം കാണിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതിലൂടെ അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വട്ടം വന്നിട്ട് പോയി, അന്ന് ക്യാഷ് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിത് രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ, വീണ്ടും വന്നതാണ് എത്തിക്കോ ഇല്ലേ നോക്കാൻ. അപ്പോൾ എത്തിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഇന്ന് എടുക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇച്ചുമോനെ സമ്മതിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഓന് നാളെ തന്നെ വന്നപ്പോൾ വേണമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ നോമ്പ് തുടങ്ങിയിട്ടുള്ളൂ, ഇപ്പോൾ തന്നെ എടുത്തിട്ട് കാര്യമല്ല, എൻ്റെ കുട്ടി നോക്കി കുഴങ്ങേണ്ടി. നമ്മളൊക്കെ അങ്ങനെയല്ലേ, പുതിയ ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞാൽ നോക്കി തന്നെ അതുകൊണ്ട് ഇട്ട് കയ്യോളം അതിൻ്റെ നോട്ടാക്കാരം. പ്രത്യേകിച്ച് അവനക്ക് ഷൂവും കൂടി വേണമെന്നറിയണ്ടേ. ഷൂ ആണെങ്കിൽ ഇനി ഇടയ്ക്കിടയ്ക്ക് ഇട്ട് നോക്കണ്ടേ. അങ്ങനെ ഇതാ നമ്മൾ ട്രഷറീൻ്റെ മുന്നിലെത്തിയിട്ടോ. അവിടെ ബോർഡെല്ലാം കണ്ടല്ലേ.
ട്രഷറിന് മുന്നെത്തി അവിടുന്ന് കാര്യങ്ങളെല്ലാം എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന കേട്ടോ. ക്യാഷെല്ലാം കിട്ടി. അപ്പം നമ്മൾ ഡ്രസ്സ് എടുക്കട്ടെ കേട്ടോ. അപ്പം നിച്ചുമോനെ ആദ്യം ഡ്രസ്സൊന്നല്ല വേണ്ടത്, ഷൂ ആണ് വേണ്ടത് അറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നത് ആദ്യം ഡ്രസ്സ് എടുത്തിട്ടല്ലേ ഷൂ എടുക്കാന്നെല്ലാം പറഞ്ഞ് ഞങ്ങൾ രണ്ടാളും തർക്കിക്കുന്ന കേട്ടോ. അപ്പോൾ എന്തായാലും മനസ്സിൽ എൻ്റെ മോൻ്റെ ഒരു ആഗ്രഹമാണ് ഷൂ. കുറേ കാലമായിക്കണം കിട്ടുന്ന ഷൂ കിട്ടുന്നു. പക്ഷെ ഇനി കിട്ടുമോ ഇല്ലെന്നറിയില്ല. ഓൻ്റെ കാലിൻ്റെ വലുപ്പത്തിനനുസരിച്ചൊന്നും ചിലപ്പോൾ കിട്ടാറില്ല. ഇന്നാളൊക്കെ ഞങ്ങൾ നോക്കിയപ്പോൾ സദാ സ്കൂൾ ഷൂ ആ കിട്ടി. അങ്ങനെ ഇതാ പെരിന്തൽമണ്ണ മണ്ണാർക്കാട് റോഡാണ് കേട്ടോ അത്. കോഴിക്കോട് കോഴിക്കോട് നിന്നാണ് പാലക്കാട് റോഡ്. അപ്പോൾ അതിലൂടെ ഞങ്ങൾ പോകണം കേട്ടോ. ഫസ്റ്റ് ഒരു കടയിൽ കയറി നോക്കട്ടെ എന്താണ് എങ്ങനെയാണ് എന്നില്ല. ഒരു കടയിൽ കയറുമ്പോഴല്ലേ തിരിയാ ഡ്രസ്സ് ഉണ്ടോ കാര്യങ്ങൾ എന്തായാലും നോക്കിയിട്ട് നമുക്ക് പറയാം കേട്ടോ. അങ്ങനെ നിച്ചുക്കുട്ടന് ആദ്യം തന്നെ ഷൂവിൻ്റെ കടയാണ് ഒപ്പിച്ചേക്ക് കാണിച്ചു കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ഷൂ അല്ല ഡ്രസ്സ് എടുക്കാനും കണ്ട ഒരു കട ഷൂ എടുക്കണം. ബഡാ ബസാറാണ് ഡ്രസ്സൊന്നും സെലക്ട് ആയില്ല. ശേഷം ഈ ഷൂ മുട്ട് പിടിച്ച് നിൽക്കുന്ന കേട്ടോ. ഇത് മതി. അപ്പോൾ ഓലൊന്ന് എന്നാൽ നോക്കി നോക്കിയിട്ട് ഇട്ട് നോക്കുക. നമുക്ക് അത് കണ്ടാൽ തന്നെ അറിയാം വലുതാണെന്നുള്ളത് കേട്ടോ. എന്നാലും ഓൻ്റെ കാലൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓല് ഷൂ വെള്ള കളറാണല്ലോ, ഓൻ്റെ കാല് മണ്ണിൻ്റെ കളറും ആയിട്ടുണ്ടാവും ഇങ്ങനെ നടന്നിട്ട്. അപ്പോൾ ഒരു കവറെല്ലാം ഇട്ടിക്കാണ്ട് ഇട്ട് കൊടുത്തിട്ടോ. അപ്പോൾ നിച്ചുവിന് അതന്നെ ഇഷ്ടമായത്. പക്ഷേ ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സംഭവം ഓൻ്റെ കാലിന് പാകം വേണ്ടേ. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഷൂ ഒന്നും എടുത്തില്ല, ഇറങ്ങിയിട്ടോ. അങ്ങനെ നമ്മളെ ഡ്രസ്സും കട അറ്റ്ലസ് ഉണ്ടല്ലോ പെരിന്തൽമണ്ണ, 999 വരെയാണ് അവിടെ മാക്സിമം പ്രൈസ് വരുന്നത് കേട്ടോ. ഏത് ഡ്രസ്സ് എടുക്കുകയാണെങ്കിലും അത് വരെയുള്ള അടുത്ത വില 1000ൻ്റെ മുകളിൽ അങ്ങ് പോകില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിന്നിട്ട് ഞാൻ ഫസ്റ്റ് ഉമ്മക്ക് മാക്സിയൊക്കെ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നോക്കി മാക്സി എല്ലാം സെറ്റാക്കി വെച്ച് അതിന് ശേഷം ആ ഫിലിമോൾക്ക് ഉടുപ്പ് നോക്കുന്ന കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ ഈ പർപ്പിൾ കളർ ഉടുപ്പ്, അതുപോലെ പിസ്ത കളർ അങ്ങനത്തെ സംഭവം. ആ ഉടുപ്പൊക്കെ നല്ല ഇഷ്ടമായി. ഈ മിഡി അതുപോലെ ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേതാ എടുക്കാന്നില്ലേ നിങ്ങൾ നോക്കിക്കൊണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഞാൻ ചുരിദാറൊക്കെ നോക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കിയിട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ എടുക്കുന്നില്ല കണ്ട് ഇറങ്ങി. അതിൽ ഇക്ക വന്നപ്പോൾ പറഞ്ഞു എടുത്തോ ഇനിയിപ്പോൾ അത് എന്നൊക്കെ ഈ പിന്നെയെന്ന് പറഞ്ഞ് നിന്നിട്ട് പിന്നെ ഒരു ദിവസം അതിനായിട്ട് മെനക്കെടണ്ടേ. അങ്ങനെ ഇക്ക വന്നിട്ട് ഇക്കാൻ്റെ ആ ഷർട്ടുകളൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. കുറേ ഷർട്ട് ഇട്ടോക്കുന്നുണ്ട്. അതിൽ ഏതാ എടുക്കുന്നതെന്ന് അറിയില്ല, എത്രങ്ങാനും ഷർട്ട് ഇട്ടോക്കുന്നതെന്ന് അറിയാം ചങ്ങായി. അപ്പോൾ ഓരോന്ന് ഇട്ടുകൊടുത്തും കണ്ട് എനിക്കിങ്ങനെ കാണിച്ചു തരുന്നു കേട്ടോ, ഏതാ ഇടണ്ടേ ഏതാ എടുക്കണ്ടേ എന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അതിലേതായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്നങ്ങ് എടുത്തതെന്നാണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ ഇതിലേതാ എടുത്തതെന്നുള്ളതൊക്കെ ഞങ്ങൾ വഴിയെ കാണിച്ചു തരും. പെരുന്നാക്കല്ലേ നമ്മൾ സർപ്രൈസ് വിളിച്ചാൽ നമ്മൾ ഏത് ഡ്രസ്സാണ് എടുത്തതെന്നുള്ളത്. ആ 3-4 ഷർട്ട് ഇട്ടോക്കിൽ ഏതോ ഒന്ന് എടുത്തിട്ടോ. അങ്ങനെ അതിന് ശേഷം ഞങ്ങളിതാ ബനിയനും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോയി, പാൻറ്റ് എടുക്കാൻ പോയി. ഇതിപ്പോൾ നമ്മൾ ഇക്കാക്ക് പാൻറ്റ് എടുക്കാൻ വന്നതാണ് കേട്ടോ. അല്ല ജീൻസിൻ്റെ പാൻറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ എന്നും ബ്ലൂ കളർ പാൻറ്റെല്ലാം എടുക്കുക, ഇക്കുറി ബ്ലൂ കളർ വേണ്ടാറുണ്ട്. ഞങ്ങൾ രണ്ടാളും വേറെ കളർ നോക്കിയതാണ് കേട്ടോ, ഒരു ചേഞ്ച് ആയിക്കോട്ടെ ഇത്. അതിന് ശേഷം ഇക്കാക്ക് ബനിയനൊക്കെ വേണമെന്നാണ് കേട്ടോ, ബനിയൻ എടുക്കാൻ വേണ്ടിയിട്ട് വന്നേട്ടാ. അപ്പോൾ കാരണം വൈറ്റ് കളർ വേണ്ട, നമുക്ക് കളറിലെ ബനിയൻ എടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ 2-3-4 കളർ അവിടെ കാണിച്ചു തന്നു കേട്ടോ. ഡാർക്ക് ബ്ലൂവും ലൈറ്റ് ബ്ലൂവും പിന്നെ കാക്കിൻ്റെ കളറുള്ള ഒരു ബനിയനും, അങ്ങനെ 3-4 ബനിയനും കാണിച്ചു തന്നു. അതിനുശേഷം നിച്ചുക്കുട്ടനും ഇതാ ട്രൗസറെല്ലാം വേണമെന്ന് പറഞ്ഞിട്ട് ഓനും വന്നതാണ് കേട്ടോ. അതെല്ലാം ഞങ്ങളെ പർച്ചേസിങ്. അങ്ങനെ എനിക്കും ചുരിദാർ എടുത്തിട്ടുണ്ട് കേട്ടോ, അതൊക്കെ അന്ന് കാണിച്ചു തരാം. ആ പർച്ചേസിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നു കേട്ടോ. പോന്നപ്പോൾ ഇതാ സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട് കേട്ടോ. നിച്ചുവിന് ഷൂ എടുത്താൽ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല കേട്ടോ. അങ്ങനെ അതിന് ശേഷം നമ്മൾ നോമ്പ് തുറക്കുള്ള സാധനങ്ങൾ 4:30 ആയിക്കും കേട്ടോ വീട്ടിലെത്തിയപ്പോൾ. നോമ്പ് തുറക്കുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വേഗം ബ്രെഡ് കൊണ്ട് റോൾ ഉണ്ടാക്കിയിട്ടോ, മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അങ്ങനെ ഇപ്പോൾ നോമ്പ് തുറക്കൽ സെറ്റായിട്ട് എല്ലാ സാധനങ്ങളും അറേഞ്ച് ചെയ്ത് ഇക്ക വെച്ചിട്ടോ. ഞാനെല്ലാം പൊരിച്ചങ്ങ് ഇട്ടെടുത്തു. പിന്നെ ഇക്ക ഫ്രൂട്ട്സും ജ്യൂസും കാര്യങ്ങളൊക്കെ ഇക്ക നോക്കി. ഞാനപ്പോൾ തന്നെ അടിച്ചെടുത്തടിച്ച് അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞ് നോമ്പറക്കാൻ ഇരിക്കുന്ന കേട്ടോ എല്ലാവരും കൂടി. അപ്പോൾ കൂട്ടുകാർ നിങ്ങളെല്ലാവരും നമ്മൾ വീഡിയോസൊക്കെ കണ്ടില്ലേ, നമ്മൾ ഡ്രസ്സിങ് പർച്ചേസ് ചെയ്യാൻ പോകുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെ അങ്ങ് കണ്ടെന്ന് കരുതണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ വിട്ടോളും നമ്മൾ ആ കടയ്ക്ക്. പിന്നെ അപ്പോൾ കൂട്ടുകാർ വേറെ കൂടുതലായിട്ട് നിങ്ങളോട് പറയാൻ എന്താ വെച്ചാൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് മറക്കാതെ അങ്ങോട്ട് തന്നോളൂ കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവർക്കും ഡ്രസ്സ് എടുത്തിട്ടുണ്ട്, കുട്ടികൾക്കും മക്കൾക്കും മാപ്പിളക്കും എനിക്കും പിന്നെ ഉമ്മാക്കൊക്കെയും എടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പം എന്താ വേറെ ഒന്നും പറയാനില്ല, ഇതന്നെ ഉൾപ്പെടുത്താനുള്ളൂ.
ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും. ലൈക്ക് ബട്ടൺ പ്രസ്.